ഇപ്പോൾ വ്യാപകമായി ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഒരു യുവതിയുടെ പക്കൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കുറച്ചുകൂടെ ജാഗരൂകരായി തന്നെ ഇരിക്കണം. ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിച്ചതോടെ തന്നെ തട്ടിപ്പുകളും വളരെ വ്യാപകമായി വരികയാണ്. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ അനുസരിച്ച് 2025 ജനുവരിയിൽ UPI ഒരു ദിവസം, അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ 23.48 ലക്ഷം കോടി രൂപയുടെ, അതായത് 16.99 ബില്യൺ ഇടപാടുകൾ പ്രോസസ് ചെയ്തു. ഇതനുസരിച്ചുകൊണ്ട് തട്ടിപ്പുകളും വർദ്ധിച്ചു വരികയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസുകൾ ഏകദേശം എന്ന് പറയുന്നത് 300% വർദ്ധിച്ച് 36,075 കേസുകളിൽ എത്തി നിൽക്കുകയാണ്. അതേസമയം 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തട്ടിപ്പ് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 27% വർദ്ധിച്ച് 18,461 കേസുകളായി എന്നതും RBI ഡാറ്റ വെളിപ്പെടുത്തുകയാണ്. UPIയുമായി ബന്ധപ്പെട്ട ചില സാധാരണ തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായി ഫിഷിംഗ് തട്ടിപ്പുകൾ. വ്യാപാരിയുടെ യഥാർത്ഥ URL-നോട് സാമീപ്യമുള്ള വ്യാജ UPI ലിങ്കുകൾ അയക്കുന്നു. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഉപഭോക്താക്കളെ ഓട്ടോ ഡെബിറ്റ് നടക്കുന്ന ചില ആപ്പുകളിലേക്ക് നയിക്കും. അതുവഴി പണം നഷ്ടമായേക്കാം. അതുമാത്രമല്ല, രണ്ടാമത്തേതായി വ്യാജ റീഫണ്ട് സന്ദേശങ്ങൾ. ചില തട്ടിപ്പുകാർ ഉപഭോക്താക്കളോട് അബദ്ധത്തിൽ ട്രാൻസ്ഫർ ചെയ്ത പണം തിരികെ അയക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥനകൾ അയക്കുന്നു. ബാലൻസ് ഫേക്ക് ആണെങ്കിലും പണം അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ സിൻക്ലോണിംഗ്. ഇവിടെ തട്ടിപ്പുകാർ ഇരയുടെ മൊബൈൽ നമ്പറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് സൃഷ്ടിച്ചുകൊണ്ട് ഇരയുടെ UPI അക്കൗണ്ടിലേക്ക് ആക്സസ് നൽകുകയും ഇര അറിയാതെ തന്നെ തുക കൈമാറുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അടുത്തതായിട്ട് വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കൽ. അതായത് തട്ടിപ്പുകാർ പലപ്പോഴും ബാങ്കുകളിലെയോ സ്ഥാപനങ്ങളിലെയോ അതിനെ അനുകരിക്കുകയും ഇരകളെ കബളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. UPI അക്കൗണ്ട്, OTP, പിൻ വിശദാംശങ്ങൾ പോലുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് AnyDesk എന്ന് പറയുന്നൊരു പ്രക്രിയ. ബാങ്ക് ജീവനക്കാരെയോ കസ്റ്റമർ കെയർ പ്രതിനിധികളെയോ അനുകരിച്ചുകൊണ്ട് കബളിപ്പിക്കപ്പെടുന്ന ഇരകളെ കബളിപ്പിച്ച് ഏതെങ്കിലും ഒരു ഡെസ്ക് പോലുള്ള സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു. പിന്നാലെ തന്നെ ഇവരുടെ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ആക്സസ് ചെയ്യാൻ, അതുപോലെ തന്നെ വഞ്ചനാപരമായ ഇടപാടുകളും നടത്തുന്നു. UPI തട്ടിപ്പ് തടയുന്നതിനുള്ള ചില മാർഗങ്ങൾ കൂടെ ഇങ്ങനെയാണ്. UPI പിൻ നമ്പർ അപരിചിതരായ അവർക്ക് നിങ്ങൾ വിശ്വാസമില്ലാത്ത ആരുമായോ ഒരിക്കൽ പോലും പങ്കിടാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ എത്ര പ്രലോഭനകരമായി തോന്നിയാൽ പോലും ഒരു ഓൺലൈൻ ലിങ്കിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. സംശയാസ്പദമായ ആപ്ലിക്കേഷനുകളെ കുറിച്ച് എപ്പോഴും നമ്മൾ ജാഗ്രത പാലിക്കുകയും വേണം. സംശയകരമായ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയും അരുത്. ഇത്തരത്തിൽ തട്ടിപ്പുകളുടെ ഒരു വലിയ ശൃംഖല തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ദിനംപ്രതി തട്ടിപ്പിന്റെ പലതരം രൂപഭാവങ്ങൾ നിറഞ്ഞ വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു യുവതിയുടെ ലക്ഷങ്ങൾ തട്ടിയ ഒരു കേസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓൺലൈനായി ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാൻ ശ്രമിച്ച യുവതിക്ക് ആകട്ടെ നഷ്ടമായത് 1 ലക്ഷം രൂപയാണ്. യുവതി തന്നെ താൻ തട്ടിപ്പിന് ഇരയായി എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചപ്പോഴാണ് ഇക്കാര്യം എല്ലാം തന്നെ പുറം ലോകം അറിയുന്നത്. ഗൂഗിൾ ലിസ്റ്റിംഗ് വഴിയാണ് ഇവർ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തത്. അങ്ങനെയാണ് തട്ടിപ്പിന് ഇരയാകുന്നത്. കണ്ടന്റ് ക്രിയേറ്ററായ ശ്രേയ മിത്രയാണ് തന്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. അതായത് അവർ ഹോളി സമയത്ത് പുരി സന്ദർശിക്കാൻ വേണ്ടി പദ്ധതിയിട്ടതായും തട്ടിപ്പിന് ഇരയായതായും പറയുന്നു. റേസിംഗ് ഷാൻ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഇവർ തന്റെ സ്വന്തം അനുഭവം പങ്കുവെച്ചുകൊണ്ടും വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവർ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിനായി ഗൂഗിളിൽ തിരയുകയും ഒരു വെബ് പേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കിട്ടിയ നമ്പറിൽ വിളിച്ച് താമസം ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അവർ ശ്രദ്ധയ്ക്ക് മറുപടി ചിത്രങ്ങളും വിശദാംശങ്ങളും അയക്കുകയും ചെയ്തു. പിന്നീട് അവർ റൂം ബുക്ക് ചെയ്യാൻ തീരുമാനിക്കുകയും പണം അയക്കുകയുമായിരുന്നു. 93,600 രൂപയാണ് ശ്രേയ ഇങ്ങനെ അയച്ചു നൽകിയത്. തട്ടിപ്പുകാർ അവർക്ക് ഒരു വ്യാജ ഇൻവോയ്സും അയച്ചു. എന്നാൽ ശ്രേയ ഇമെയിൽ വഴി സ്ഥിരീകരണം ആവശ്യപ്പെട്ടപ്പോൾ സിസ്റ്റം പ്രവർത്തനരഹിതമാണെന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ ഒഴിവാക്കുകയായിരുന്നു. പിന്നീടാണ് ഈ യുവതി മനസ്സിലാക്കുന്നതും താൻ തട്ടിപ്പിന് ഇരയായി എന്നതുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളും എപ്പോഴും ജാഗരൂകരായി തന്നെ പണമിടപാടുകൾ നടത്താൻ ശ്രമിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.